ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോവിയൽ ട്രാവലർ. എൻ്റെ വീഡിയോ കാണുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദി. വടകര NH66 വൈഡനിങ്ങിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് കാണിച്ചു തരാമോ എന്നും ചോദിച്ച് പലരും മെസ്സേജ് അയച്ചിരുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ വടകര കൈനാറ്റ് ജംഗ്ഷനിൽ നിന്നും മൂരാട് പാലം വരെയുള്ള കുറച്ച് വിഷ്വൽസാണ്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. താങ്ക് യു. ഇതാണ് കൈനാറ്റ് ജംഗ്ഷൻ. നാഷണൽ ഹൈവേയിൽ നിന്നും വയനാട് വരെ പോകുന്ന ഇടത്തോട്ട് പോകുന്ന റോഡാണ്. വയനാട് വരെ നമുക്ക് പോകാൻ പറ്റും. നാദാപുരം, കുറ്റ്യാടി, പൂതമ്പാറ വഴി മാനന്തവാടി, സുൽത്താൻ ബത്തേരിയൊക്കെ പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണിത്. നേരെ പോയാൽ നമ്മൾ NH66 ടു കാലിക്കറ്റ് ടു കോഴിക്കോട്. ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം. ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്, വലിയ ഓവർ ബ്രിഡ്ജാണ്. അതിൻ്റെ ഒരു സൈഡിലെ പില്ലറുകളും ഗിഡറുകളും ജോലി കഴിഞ്ഞ് നിൽക്കുന്നത് ഇവിടെ കാണാം. മറ്റേ സൈഡിലെ 3 വരിയുടെ ജോലികൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. വളരെ ബിസിയായ ഒരു ജംഗ്ഷനാണിത്. ഇനി നമുക്ക് കൈനാട്ട് കഴിഞ്ഞാൽ ചോറോട് ഗേറ്റിനിടയ്ക്കുള്ള ഇവിടെ സ്ഥലമാണിത്. ഇവിടെ 6 വരി പാതയുടെ കുറേ വർക്കുകൾ കഴിഞ്ഞതായി നമുക്ക് കാണാം. ഇനി വരുന്നത് ചോറോട് റെയിൽവേ ഓവർ ബ്രിഡ്ജ്. ഇവിടെ ഒരു വലിയ 6 ലൈൻ ഓവർ ബ്രിഡ്ജ് വരുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വരാൻ പോകുന്നത് പഴയ വടകര ടൗണിലേക്കും പുതിയ ടൗണിലേക്കും പോകുന്ന റോഡ്, 3 റോഡുകളുള്ള പെരുവാട്ടിൻതാഴ ജംഗ്ഷൻ. ആക്ച്വലി നമ്മൾ നേരെ പോകുന്നത് വടകര ബൈപ്പാസ്സായിരുന്നു. അതാണിപ്പോൾ വടകര മെയിൻ പാസ്സായി മാറിയത്. ഇതാണ് പെരുവാട്ടിൻതാഴ ജംഗ്ഷൻ. ഇവിടെ ഒരു വലിയ ഓവർ ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിലെ പില്ലറുകളുടെയും ഗിഡറുകളുടെയും ഒക്കെ ജോലി കഴിഞ്ഞത് നമുക്ക് കാണാം, വർക്ക് കഴിഞ്ഞത് നമുക്ക് കാണാം. മറ്റേ സൈഡിലെ പില്ലറുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ മായത്തിന് വളരെ ബിസിയുള്ള ജംഗ്ഷനാണിത്. ഇവിടെ നിന്നാണ് പഴയ വടകര ടൗണിലേക്കുള്ള റോഡ് തുടങ്ങുന്നത്. നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. നമ്മൾ പുതിയ വടകര ടൗണിലെത്തി. ഈ പോകുന്ന വഴിക്കാണ് വടകര ബസ് സ്റ്റാൻഡ്. അവിടെ ഒരു സിഗ്നൽ കണ്ടു. അവിടെ എന്താണ് ഓവർ ബ്രിഡ്ജ് ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു അടയാളം അവിടെ കണ്ടില്ല. ഇത് നെർസ്ട്രീറ്റ് ജംഗ്ഷൻ. ഇവിടെ ഓവർ ബ്രിഡ്ജിൻ്റെ പില്ലറുകളുടെ ഫൗണ്ടേഷൻ ജോലികൾ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം. നെർസ്ട്രീറ്റ് ജംഗ്ഷൻ. വടകര ടൗണിലെ കുറേയധികം ബിൽഡിങ്ങുകളുടെ മുൻഭാഗം NH66 വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയിരുന്നു. ആ ബിൽഡിങ്ങുകളൊക്കെ മുഖമ്മിനുക്കി അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഫൗണ്ടേഷൻ്റെ പൈലിംഗ് വർക്കുകൾ തുടങ്ങിയത് ഇവിടെ കാണാം. വീണ്ടും നമ്മൾ വടകര ടൗണിൽ കൂടി മുന്നോട്ട്. ഇവിടെയൊക്കെ റോഡ് ലെവലിങ്ങിൻ്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് വരാനിരിക്കുന്നത് എടോടി ജംഗ്ഷനാണ്. വടകരയിലെ ഏറ്റവും തിരക്കുള്ള ജംഗ്ഷനായ എടോടി ജംഗ്ഷൻ.
ഇവിടെയും വലിയൊരു ഓവർ ബ്രിഡ്ജ് തീർച്ചയായും വരുമായിരിക്കും. അതിൻ്റെ ജോലിയൊന്നും ഇവിടെ തുടങ്ങിയതായി കണ്ടില്ല. എടോടി ജംഗ്ഷനിൽ നിന്നാണ് പേരാമ്പ്രയിലേക്കൊക്കെ പോകുന്ന റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് മൂരാട് പാലം വരെ പോയി തിരിച്ചു വരാം. അവിടെയൊക്കെ വർക്ക് എത്രയിടം വരെ ആയി എന്ന് നമുക്കൊന്ന് കാണാമല്ലോ. വടകര ടൗൺ, ഇവിടെയൊക്കെ റോഡിന് ഓൾറെഡി നല്ല വീതിയുള്ളതിനാൽ ആ ജോലികളൊക്കെ ലാസ്റ്റിൽ തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരിപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഓവർ ബ്രിഡ്ജുകളും ഫ്ലൈ ഓവറുകളും ഒക്കെ ആയിരിക്കും. വഗാദാണ് ഇതിൻ്റെ മെയിൻ കോൺട്രാക്ടർ. അടുത്ത് വരുന്നത് ഒരു കൊച്ചുപാലം, പാലൊളിപ്പാലം. ഇവിടെയൊക്കെ റോഡുകൾ ഒക്കെ ശരിയായി എന്ന് തോന്നുന്നു. കോൺക്രീറ്റ് ചെയ്തത് നമുക്ക് കാണാം. ഇതിൻ്റെ മുകളിൽ തീർച്ചയായും 1-2 ലെയർ ടാറിങ്ങും ഉണ്ടാകും. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ മൂരാട് പാലം എത്തി. എപ്പോഴും ഒരു ബ്ലോക്കുള്ള സ്ഥലമാണിവിടെ. കാരണം ഈ പാലത്തിൽ കൂടി വലിയ ഒരു വാഹനത്തിന് മാത്രമേ പോകാൻ പറ്റൂ. 2 വാഹനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതി ഈ പാലത്തിനില്ല. എപ്പോഴും ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു പാലമാണിത്. ഇവിടെ പുതിയ ബ്രിഡ്ജിൻ്റെ ഗിർഡറുകളൊക്കെ സ്ഥാപിച്ചത് നമുക്ക് കാണാം. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഗിർഡറുകൾ സ്ഥാപിക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അങ്ങനെ മൂരാട് പാലം കഴിഞ്ഞു. അപ്രോച്ച് റോഡിൻ്റെ ജോലികൾ ഇവിടെ നടക്കുന്നത് കാണാം. ഇനി ഉള്ള യു ടേണിൽ ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് പോകും. ഇവിടെയൊന്നും ഒരു യു ടേൺ കാണുന്നില്ല. ഇവിടെ മിക്കവാറും യു ടേൺ കാണും. ഇവിടെ ഒരു അണ്ടർ ബ്രിഡ്ജ് കാണുന്നുണ്ട്. ആംബുലൻസ് ഞാൻ വഴി കൊടുത്തു. ഞാൻ ഇവിടുന്ന് യു ടേൺ എടുക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.